ഫ്രീസയുടെ പടയിലുണ്ടായിരുന്ന വളരെ ശക്തനായ കേവിയെ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ വെജിറ്റ കൊന്നുകളയുന്നതും ഫ്രീസയും കുറച്ച് ശക്തരായ ആൾക്കാരും തലയ്ക്ക് മീതെ പറന്നു പോകുന്നത് കണ്ട് മുകളിലോട്ട് നോക്കി ഗുഹാനും ക്രില്ലിനും പേടിച്ചു വരണ്ട് നിൽക്കുന്നതും ഷെൻസൂബിയും കഴിച്ച് പൂർണ്ണ ആരോഗ്യവാനായി തിരികെ മാറുന്ന ഗോകു വെജിറ്റയെക്കാളും വളരെ ശക്തനായ മറ്റൊരുത്തം കൂടെ നവഗ്രഹത്തിൽ വന്നെത്തിയിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ എത്രയും വേഗം അവനോട് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കണമെന്ന് പൂതി വരുന്നതിനാൽ വളരെ ആഹ്ലാദത്തോടെ നിംബസിൽ കയറി ബുൾമയുടെ വീട്ടിലേക്ക് സ്പേസ്ഷിപ്പ് തോടി പോകുന്ന ഗോകുവിനെയും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബൈ കേരള സ്റ്റോറി എക്സ്പ്ലെയിനർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് ഡ്രാഗൺ ബോൾ സി നമക്കിയൻ സാഗയുടെ 4ാം എപ്പിസോഡാണ്. വരൂ കഥയിലേക്ക് പോകാം. നിംബസിൽ യാത്ര ചെയ്ത് വന്നുകൊണ്ടിരുന്ന ഗോകു ബുൾമയുടെ അച്ഛന്റെ ക്യാപ്സൂൾ കോർപ്പിലേക്ക് ചാടി ഇറങ്ങുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ തുടരുന്നത്. ഉടനെ തന്നെ ഗോകുവിനെ അവിടെ വന്ന് വരവേൽക്കുന്ന ബുൾമയുടെ അമ്മ ബിഗിനി ഗോകുവിനെ ആനയിച്ചുകൊണ്ട് ബുൾമയുടെ അച്ഛൻ ക്യാപ്സൂൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇടത്തിലേക്ക് ചെല്ലുകയാണ്. പറക്കം തളികയുടെ പണി മുഴുവൻ കഴിഞ്ഞോ എന്ന് ബിഗിനിയോട് ഗോകു ചോദിക്കുമ്പോൾ തിടുക്കത്തിലുള്ള ഗോകുവിന്റെ ചോദ്യം കേട്ടിട്ടും ബിഗിനി അതെനിക്കറിയാൻ പാടില്ല, കുറച്ചു മുമ്പ് കൂടി അയാൾ അതിൽ പണിതുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു എന്ന് ഗോകുവിനോട് പറയുമ്പോൾ ഗോകുവിന്റെ ചങ്കിൽ കൂടെ ഒരു ഇടിത്തീ പായുക. എന്നാലും ബിഗിനി, നീ ഇത്രയും വേഗം പൂർണ്ണ ആരോഗ്യവാനായി തിരികെ മാറിയ ഗോകു വളരെ സന്തോഷത്തോടെ ഗോകുവിനോട് തിരക്കുമ്പോൾ ഞാൻ സെൻസൂബിയും കഴിച്ചതുകൊണ്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് ഗോകു ഒരു കള്ളച്ചിരി ചിരിക്കുകയാണ്. വളരെ വലിയൊരു സ്പേസ്ഷിപ്പിന്റെ മുമ്പിലേക്ക് ചെല്ലുന്ന ഗോകുവിന് വളരെയധികം സന്തോഷമാവുകയും ഇതാണോ എന്റെ സ്പേസ്ഷിപ്പ് എന്ന് ഉറക്കെല്ലാരെ ഗോകു ചോദിക്കുന്നത് കേൾക്കുമ്പോൾ സ്പേസ്ഷിപ്പിനകത്ത് നിന്നും ബുൾമയുടെ അച്ഛൻ ഇറങ്ങി പുറത്തേക്ക് വരികയാണ്. ഹേയ് ഗോകു, നീ ഇത്ര വേഗം തിരികെ വന്നോ? അത്ഭുതമായിട്ടുണ്ടല്ലോ. എന്തായാലും അകത്തേക്ക് കയറി വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ബുൾമയുടെ അച്ഛൻ അകത്തേക്ക് കയറി പോകുമ്പോൾ ഗോകു, നിനക്ക് ഞാൻ എന്തെങ്കിലും കുടിക്കാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് ബുൾമയുടെ അമ്മ അടുക്കളയിലേക്കും പോകുന്നു. എന്റെ ആ തീരെ ചെറിയ സ്പേസ്ഷിപ്പ് നോക്കിക്കൊണ്ട് നിങ്ങൾ ഇത്ര വലിയ സ്പേസ്ഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ വലിയൊരു മഹാനാണ്. എനിക്കതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് ഗോകു അദ്ദേഹത്തോട് പറയുമ്പോൾ ബുൾമയുടെ അച്ഛൻ, അയ്യോ ഗോകു, എനിക്ക് നിന്റെ നന്ദിയൊന്നും ആവശ്യമില്ല, ഈ ലോകത്തെ രക്ഷിക്കാൻ പോകുന്ന നിനക്ക് വേണ്ടിയുള്ള എന്റെ സമ്മാനം മാത്രമാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ബുൾമയുടെ അച്ഛൻ ഡോക്ടർ ബ്രീഫ് ചിരിക്കുകയാണ്. മാത്രമല്ല, സയാൻ ടെക്നോളജി എന്നത് അത്യുഗ്രനായ ഒരു ടെക്നോളജിയാണ്. അത് നോക്കി ഒരു സാധനം ഉണ്ടാക്കാൻ സാധിച്ചതിൽ എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. അതിന് ഞാനാണ് നിന്നോട് ആദ്യം നന്ദി പറയേണ്ടത്. അത് കേൾക്കുന്ന ഗോകു വളരെ സന്തോഷത്തോടു കൂടി ഞാൻ പറഞ്ഞതുപോലെ ഗ്രാവിറ്റി നിയന്ത്രിക്കുന്ന ഒരു ഉപകരണം നിങ്ങൾ ഇതിൽ പിടിപ്പിച്ചിരുന്നോ എന്ന് ഡോക്ടർ ബ്രീഫിനോട് തിരക്കുകയാണ്. ഞാൻ പണ്ടേ നിർമ്മിച്ചത് അതാണ് ഗോകു എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ബ്രീഫ് ഒരു യന്ത്രം ചൂണ്ടിക്കൊണ്ട് ഗോകുവിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ വളരെ വലിയൊരു പരിശീലന സ്ഥലവും എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് വളരെയധികം സ്നേഹം തോന്നുന്നു എന്നും പറഞ്ഞ് ഗോകു സന്തോഷം പ്രകടിപ്പിക്കുന്നു. നിങ്ങളെ കൊണ്ട് മാത്രമേ ഇത്രയും വേഗം ഇതിന്റെ പണി തീർക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗോകു വളരെ സന്തോഷത്തോടെ അയാളെ നോക്കി ചിരിക്കുമ്പോൾ, അയ്യോ ഗോകു, നീ വിചാരിച്ചതുപോലെ എന്റെ മുഴുവൻ പണിയും കഴിഞ്ഞിട്ടില്ല, എനിക്ക് കുറച്ചുകൂടെ പണി ബാക്കിയുണ്ട്. അയ്യോ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അവിടെ ക്രില്ലിനും ഗുഹാനും ബുൾമയും വളരെ വലിയ അപകടത്തിലാണ് പെട്ടിരിക്കുന്നത്. ഞാൻ എത്രയും വേഗം ചെന്നില്ല എങ്കിൽ അവർ മുഴുവൻ ചത്തു തൊലയുന്നതാണ്. എനിക്ക് ഇപ്പോൾ തന്നെ പോയേ പറ്റൂ എന്നും പറഞ്ഞ് ഗോകു വളരെ ഒച്ചത്തിൽ അലമുറ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ല ഗോകു, ഒരു സ്റ്റീരിയോ സ്പീക്കർ കൂടി വെച്ചാൽ ഇതിന്റെ പണി മുഴുവൻ പൂർത്തിയാകുമെന്ന് അയാൾ പറഞ്ഞു കേൾക്കുമ്പോൾ ഗോകു, എന്ത് സ്പീക്കറോ? എനിക്ക് സ്പീക്കറിന്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് എത്രയും വേഗം പോകണോ എന്നും പറഞ്ഞ് ഗോകു അവിടെ കിടന്ന് വളരെയധികം ധൃതി കാണിക്കുമ്പോൾ ഗോകുവിന്റെ തിടുക്കവും ധൃതിയും കാണുന്ന ഡോക്ടർ ബ്രീഫ് വേറെ വഴികളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുന്നില്ല. ശരി ഗോകു, നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ആ കാണുന്ന ബട്ടൺ ഉണ്ടല്ലോ, അത് ഞെക്കിയാൽ മതി. വെറും 6 ദിവസം കൊണ്ട് നിനക്ക് അവിടെ ചെല്ലാൻ സാധിക്കൂ എന്നും പറഞ്ഞ് ഗോകുവിനെ സന്തോഷിപ്പിക്കുകയാണ്. എന്ത്, വെറും 6 ദിവസമോ? അവർ പോലും പോയത് 30 ദിവസം കൊണ്ടല്ലേ, എനിക്ക് ഒരു 6 ദിവസം കൊണ്ട് പോകുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഗോകു വളരെയധികം സന്തോഷിക്കുകയാണ്. അതേസമയം തന്നെ ഗോകുവിന്റെയും ബുൾമയുടെ സുഹൃത്തായ ഓലോങ് എന്ന പന്നിക്കൂട്ടൻ ജോസും തൂക്കിക്കൊണ്ടുവരുന്ന ബുൾമയുടെ അമ്മയെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഗോകു എന്ന് അല്ലമുറ കൂട്ടി ഓടി വരുമ്പോഴത്തേനും പെട്ടെന്ന് ബുൾമയുടെ അമ്മയെ ഓലോങ് എന്ന പന്നിക്കൂട്ടനെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ഗോകുവിന്റെ സ്പേസ്ഷിപ്പ് അന്തരീക്ഷത്തിലേക്ക് അല്പം ഉയർന്നു പൊങ്ങുകയും ശക്തമായ കാറ്റ് അതിന് ചുറ്റും അടിക്കുകയാണ്. സ്പേസ്ഷിപ്പിന്റെ ഇരിപ്പിടത്തിന്റെ മുന്നിലേക്ക് കാണുന്ന ഒരു നിയന്ത്രണിയിലെ ഒരു ബട്ടൺ അമർത്തിക്കൊണ്ട് ഈ ബട്ടണിൽ ഞെക്കാനല്ലേ ഡോക്ടർ എന്നോട് പറഞ്ഞതെന്ന് ചോദിച്ച് ഗോകു അത് ഞെക്കുമ്പോഴത്തേനും സാവധാനം പോയിക്കൊണ്ടിരുന്ന സ്പേസ്ഷിപ്പ് ശരവേഗത്തിൽ മിന്നി മാറി മുകളിലേക്ക് പറക്കുകയും ക്ഷണനേരം കൊണ്ട് ഭൂമിക്ക് പുറത്തു ചെല്ലുകയും മിന്നൽ വേഗത്തിൽ അത് പ്ലാനറ്റ് നമക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രപഞ്ചത്തിന്റെ ഏതോ ഒരു മൂലയിലൂടെ തെന്നിത്തെറിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരവേഗത്തിൽ പാറി പറക്കുന്ന സ്പേസ്ഷിപ്പ് കണ്ടുകൊണ്ട് ഡോക്ടർ ബ്രീഫ്, ഞാൻ നിർമ്മിച്ച ഈ പറക്കം തെളിക്ക് ഇത്രയധികം വേഗം ഉണ്ടായിരുന്നോ? എനിക്ക് തന്നെ ഇത് അതിശയം തോന്നുന്നു എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. സ്പേസ്ഷിപ്പിന്റെ മുമ്പിലിരിക്കുന്ന ഗോകു വളരെ വലിയ നക്ഷത്രങ്ങൾക്കിടയിൽ കൂടെ സ്പേസ്ഷിപ്പ് മിന്നി മാറി പോകുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഹാവു, എത്രയധികം വേഗത്തിലാണ് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ കയ്യിലാണെങ്കിൽ 6 ദിവസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതിനുള്ളിൽ കഠിനമായ രീതിയിൽ പരിശീലനം ചെയ്തുകൊണ്ട് വെജിറ്റേക്കാളും ശക്തി എനിക്ക് ആർജിച്ചെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ എനിക്ക് പരിശീലനം
തുടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ഗോകു ഗ്രാവിറ്റി നിയന്ത്രിക്കുന്ന ഉപകരണത്തിന്റെ അടുത്ത് ചെന്നുകൊണ്ട് കായിസാമിയുടെ ലോകത്ത് ചെന്നപ്പം ഭൂമിയിലേക്കാൾ 10 ഇരട്ടി ഗ്രാവിറ്റി അധികമായിരുന്നത് കൊണ്ടാണ് അവിടെ എനിക്ക് പരിശീലനം ചെയ്ത് വെജിറ്റയുടെ അടുത്തെങ്കിലും പവർ ഉണ്ടാക്കാൻ സാധിച്ചത്. പക്ഷേ ഇപ്പോൾ കാണുന്ന ഈ വെജിറ്റേനെ അതിനേക്കാൾ ശക്തനായവനെ തോപ്പിക്കാൻ എനിക്ക് അതൊന്നും പോരാതെയാകും. അതുകൊണ്ട് ഞാൻ 20 ടൈം അധികം ഗ്രാവിറ്റി പവറിലാണ് ഇപ്പോൾ പരിശീലനം ചെയ്യാൻ പോകുന്നത്. എനിക്ക് അവിടെ ചെല്ലുമ്പോഴത്തേനും വെജിറ്റേക്കാളും ശക്തി ആർജിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗോകു ആ സ്പേസ്ഷിപ്പിനുള്ളിലെ ഗ്രാവിറ്റിയുടെ അളവ് 20 മടങ്ങായി വർദ്ധിപ്പിക്കുകയും വളരെ ബുദ്ധിമുട്ടിക്കൊണ്ട് കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് തന്നെ ഒത്തി അതിൽ നടന്ന് പരിശീലനം ചെയ്യുവാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. അതേസമയം ഫ്രീസ ഗ്യാങ്ങിന്റെ പുറകെ ചാടിത്തുള്ളി പോയിക്കൊണ്ടിരുന്ന ഗുഹാനും ക്രില്യനും ഏകദേശം അവരുള്ള സ്ഥലത്തിന്റെ അടുത്തെത്തുകയും ഒരു മലയുടെ പുറകിൽ ഒളിച്ചുകൊണ്ട് അവരെ എങ്ങനെയും നിരീക്ഷിക്കാം എന്ന് വിചാരിക്കുന്ന ക്രില്യൻ, ഗുഹാൻ നിന്റെ കീ പവർ മുഴുവൻ കുറച്ചു വെച്ചോ, നമുക്ക് ആ മലയുടെ മുകളിലിരുന്ന് നിരീക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് വളരെയധികം കഷ്ടപ്പെട്ട് ഗുഹാനും ക്രില്യനും പമ്മി ആ മലയുടെ മുകളിൽ ചെന്ന് ഇരുന്നുകൊണ്ട് ഫ്രീസയും കൂട്ടരും താഴെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നിരീക്ഷിക്കുമ്പോൾ അവരെല്ലാം കാണുന്ന ക്രില്യൻ ഞെട്ടി വിറയ്ക്കുകയും, അയ്യോ ഗുഹാൻ, നിനക്ക് അവരുടെ എല്ലാം പവർ ലെവൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ആ നടുക്ക് പറക്കുന്ന വാഹനത്തിലിരിക്കുന്ന അവന്റെ പവർ ലെവൽ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് എത്രത്തോളം കൊടൂരമാണ് എന്ന് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നെല്ലാം ഗുഹാനോട് ചോദിക്കുമ്പോൾ, അതെ എനിക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു, നമ്മൾ വളരെ വലിയ അപകടത്തിലാണ് പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ഗുഹാൻ കരയുകയാണ്. അതെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നമ്മൾ വളരെ വലിയ അപകടത്തിലാണ് പെട്ടിരിക്കുന്നത് എന്നും പറഞ്ഞ് ഗുഹാനും ക്രില്യനും പേടിക്കുകയാണ്. പെട്ടെന്ന് ഗുഹാൻ ആ തടിയന്മാരുടെ കയ്യിലിരിക്കുന്ന വളരെ വലിയൊരു ഡ്രാഗൺ ബോൾ കാണുകയും ഞെട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. അവന്മാരുടെ കയ്യിലിരിക്കുന്ന ആ സാധനം അത് ഡ്രാഗൺ ബോൾ അല്ലേ? ഇവിടുത്തെ ഡ്രാഗൺ ബോളിന് ഇത്രയധികം വലിപ്പമാണോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഗുഹാൻ ചെറിയ തോതിൽ ദേഷ്യം വരുമ്പോഴത്തേനും ഡൊഡോരിയോ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയും അത് കാണുന്ന ഫ്രീസ അത് എന്ത് പറ്റി ഡൊഡോരിയോ എന്ന് അവനോട് തിരക്കുമ്പോൾ അവിടെ എന്തോ ചെറിയ പവർ ലെവൽ എനിക്ക് ഫീൽ ചെയ്തു, അതുപോലെ കീടങ്ങളുമായിരിക്കും, സാരമില്ല എന്ന് പറയും ഡൊഡോരിയോ അവരെ അവോയ്ഡ് ചെയ്യുകയാണ്. പുഴുക്കളുടെയും കീടങ്ങളുടെയും കഥ എന്നോട് പറഞ്ഞു വരണ്ട, എനിക്കിപ്പോൾ ഡ്രാഗൺ ബോൾ ആണ് വേണ്ടതെന്നും പറഞ്ഞ് ഫ്രീസ പൊട്ടിച്ചിരിക്കുകയാണ്. അവിടെ കാണുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഗൃഹത്തിനുള്ളിൽ നിന്നും ഫ്രീസയുടെ ഒരു പടയാളി വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് നിന്നെ ഞങ്ങൾ കാച്ചി കളയുടെ എന്നും പറഞ്ഞ് ഒരുത്തിനെ വിരട്ടുമ്പോൾ പച്ച കാലുകളുള്ള ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കാണുന്ന ഗുഹാൻ, അയ്യോ അത് പിക്കളോയെ പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ, ഓ അപ്പോൾ ഇതായിരിക്കും നമ്മക്കന്മാരെന്ന് പറഞ്ഞ് ക്രില്യൻ സന്തോഷിക്കുകയാണ്. പക്ഷെ അവരെ വെച്ച് ഇവന്മാർ എന്താണ് ചെയ്യുന്നതെന്ന് രണ്ടുപേരും വളരെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുമ്പോൾ അവിടേക്ക് ഇറങ്ങി വരുന്ന 2-3 നമ്മക്കന്മാരെ അവരുടെ കുഞ്ഞുങ്ങളെല്ലാം ഫ്രീസയുടെ ആർമി വിരട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ദുഷ്ടന്മാരെല്ലാം കാണുന്ന ഗുഹാൻ, ഇവന്മാരെല്ലാം സയാന്മാരാണോ? ഇത്രയ്ക്ക് സയാന്മാരുണ്ടോ ഇനി മിച്ചം? ഇവന്മാരെ നമ്മൾ എങ്ങനെയാണ് തടയാൻ പോകുന്നതെന്ന് ഗുഹാൻ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ക്രില്യൻ, ഇവന്മാരൊന്നും സയാന്മാരല്ല, പക്ഷെ ഇവന്മാരുടെ എല്ലാം ശക്തി സയാന്മാരുടേതിന് തുല്യമാണ്. വിജയ് എന്ന് പറഞ്ഞത് ഓർക്കുന്നില്ലേ? അവന് മാത്രമാണ് ഇനി അവശേഷിക്കുന്ന ഏക സയാൻ, നിന്നെയും നിന്റെ അച്ഛൻ ഗോകുവിനെയും കൂടാതെ. പിന്നെയവന്മാർ ആരായിരിക്കുമെന്ന് ഗുഹാൻ തിരക്കുമ്പോൾ അന്ന് റാഡിസ് പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? അവൻ വർക്ക് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അതിലെ അംഗങ്ങളായിരിക്കും ഇവന്മാരും. അതേസമയം നടന്നു വന്നിട്ടിരിക്കുന്ന നമയ്ക്കന്മാരുടെ മുമ്പിലേക്ക് ഫ്രീസ വരികയും, വെൽക്കം വെൽക്കം വെൽക്കം, ഞാനാണ് യൂണിവേഴ്സൽ എംപറർ ഫ്രീസ. ഞാനിവിടെ വന്നിരിക്കുന്നത് ഡ്രാഗൺ ബോളുകൾ തേടിയാണ്. എത്രയും വേഗം അതെനിക്ക് വേണം. അതെനിക്ക് വേഗം പറഞ്ഞു തന്നാൽ എത്രയും വേഗം ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് അയക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രീസ പൊട്ടിച്ചിരിക്കുകയാണ്. ഇനി ഡ്രാഗൺ ബോൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ മനസ്സില്ലെങ്കിൽ സാരമില്ല, നിങ്ങളെല്ലാത്തിനും ഇപ്പോൾ തന്നെ ഞാൻ കൊന്നു കളഞ്ഞേക്കാം. ആദ്യം പിള്ളേരെ തൊട്ട് തുടങ്ങാം അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രാക്ഷസ സ്വഭാവത്തിൽ ഫ്രീസ ചിരിക്കുകയാണ്. അവരെല്ലാം കൊല്ലുവാൻ വേണ്ടി വിരലിലേക്ക് പവർ ആഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രീസയെ കാണുമ്പോൾ നമക്കന്മാരിലെ ഒരു ശ്രേഷ്ഠനായ എൽഡർ ഗുരു എന്നൊരാള് ഫ്രീസയുടെ ആടുന്ന വാലുകൾ കാണുമ്പോൾ ഇവൻ വളരെയധികം ശക്തനാണ്, ഇവനെ തടയുവാൻ നമുക്ക് സാധിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് പല്ല് കടിക്കുകയാണ്. എനിക്കൊക്കെ എന്തെങ്കിലും മൊഴിയുവാനുണ്ടോ? അതോ നാക്ക് ഞാൻ പറിച്ച് പുറത്തിടണം എന്ന് ചോദിച്ചുകൊണ്ട് ഫ്രീസ അലറുമ്പോൾ എൽഡർ ഗുരു വ്യാകുലനായി തളർന്നു നിൽക്കുകയാണ്. പെട്ടെന്ന് നമക്കൻ ഭാഷയിൽ ഫ്രീസയോട് സംസാരിക്കുന്ന എൽഡർ ഗുരുവിന്റെ ശബ്ദം കേൾക്കുന്ന ഫ്രീസ, ഞങ്ങളെ പോലെയുള്ള കാട്ടുവാസികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കടാ, അല്ലെങ്കിൽ എന്റെ തലയിപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞ് പുഞ്ചിരിക്കുന്നു. അത് കേട്ട് പേടിച്ചു വിറയ്ക്കുന്ന എൽഡർ ഗുരു, ഇപ്പോൾ ഇവിടെ ഞാനും എന്നെ കൂടാതെ ഈ പ്രായമായ വ്യക്തിയും കുറച്ച് കുഞ്ഞുങ്ങളും മാത്രമാണ് ഉള്ളത്. ഞങ്ങളെല്ലാവരും കർഷകരാണ്, കളയെടുക്കാൻ പോയിരിക്കുകയാണ് കൂടെയുള്ളവരെല്ലാം. ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഞങ്ങൾ സാധുക്കളാണ്, തിരികെ പോകണമെന്ന് ഫ്രീസയോട് പറയുമ്പോൾ, അയ്യോ നിങ്ങളെ ഉപദ്രവിക്കാനുള്ള യാതൊരു ഉദ്ദേശവും എനിക്കില്ല. ഞാൻ ഇതേപോലെ ചോദിക്കുന്നതെല്ലാം പച്ചയായി ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങളെ ചിലപ്പോൾ ഞാൻ കൊല്ലാതെ വിട്ടേക്കാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഫ്രീസ, ഞാനിവിടെ വന്നിരിക്കുന്നത് ഡ്രാഗൺ ബോളുകൾ തേടിയാണ്, അതെവിടെയാണുള്ളത് വേഗം പറഞ്ഞോളൂ എന്നും അവരെ നോക്കി അട്ടഹസിക്കുന്നു. എന്നാൽ അത് കേൾക്കുന്ന എൽഡർ ഗുരു, ഡ്രാഗൺ ബോളോ? അതെന്തൊട്ട് സാധനമാണ്, ഞാൻ കേട്ടിട്ട് പോലില്ല കടിയെ എന്നും പറഞ്ഞ് ഫ്രീസയെ നോക്കി കളിയാക്കുമ്പോൾ അത് കേട്ട് പ്ലിങ്ങി നിൽക്കുന്ന ഫ്രീസ, ഡൊഡോരിയോ നീ ഇങ്ങോട്ടൊന്ന് വന്നേ, ഇവിടുത്തെ ഗ്രാൻഡ് അൾട്ടറാണ് ഈ ഗ്രേറ്റസ്റ്റ് ഡ്രാഗൺ ബോളുകൾ ഉണ്ടാക്കിയത്. ഇവിടെയുള്ള 7 നമുക്കൻ ഗ്രാമങ്ങളിലെ 7 എൽഡർ തടിയന്മാരുടെ കയ്യിലാണ് ഈ ഡ്രാഗൺ ബോളുകൾ ഉള്ളതെന്നല്ലേ അയാൾ അന്നേരം പറഞ്ഞത്. നമ്മൾ അവിടെ ചെയ്തതുപോലെ ഈ കുഞ്ഞു പിള്ളേരെ അങ്ങ് ചുട്ടരിച്ചേക്കും.
അന്നേരം ഈ തടിയൻ ചിലപ്പോൾ നമ്മളോട് പറയും എന്നും പറഞ്ഞ് ഫ്രീസ പൊട്ടിച്ചിരിക്കുന്നത് കാണുമ്പോൾ എൽഡർക്കൊരു പല്ല് കടിക്കുകയും പേടിക്കുകയും ചെയ്യുന്നു. പക്ഷെ നിങ്ങളെ കണ്ടിട്ട് എനിക്ക് പാപം തോന്നുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു ഓഫർ തരാം. എന്റെ സമയം പഴാക്കാതെ ആ ഡ്രാഗൺ ബോൾ എന്റെ കയ്യിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലാതെ വിട്ടേക്കാം. ഇതെല്ലാം ഫ്രീസ പറയുന്നത് ചെവിയിൽ വെച്ചിരുന്ന എനർജി മീറ്ററിൽ കൂടി കേൾക്കുന്ന വെജീറ്റ, ഏയ് പൊട്ടനായ ഫ്രീസ, ഇതാണോ നിന്റെ പദ്ധതി? ഇതെല്ലാം ഞാൻ കുളവാക്കി തരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പുഞ്ചിരിക്കുന്നു. അതെല്ലാം കേൾക്കുന്ന എൽഡർ ഗുരു, അസാധ്യമാണ്, നമിക്കമാർ ഒരിക്കലും നിങ്ങൾക്ക് ഡ്രാഗൺ ബോർഡുകൾ തന്നിട്ടുണ്ടാവില്ല എന്ന് പറയുമ്പോഴത്തേനും അത് ദ്രവിക്കുന്ന ഫ്രീസ, ശരിയാണ്, അന്നേരം ഞങ്ങൾക്ക് അടുത്ത് തന്നിരുന്നില്ല, അപ്പോൾ ഞങ്ങളൊരു തന്ത്രം പ്രയോഗിച്ചു, സർബോൺ അതൊന്ന് കാണിച്ചു കൊടുത്തേ എന്ന് ഫ്രീസ പറയുന്നത് കേൾക്കുന്ന നിമിഷം തന്നെ സർബോൺ വേഗമാത്ര വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമിക്കമാരുടെ പിന്നിലേക്ക് ചെല്ലുകയും ഓരോ സൈന്യന്മാരെ അടിച്ചു പറത്തി കടലിലേക്കും മലയിലേക്കും കരയിലേക്കും എല്ലായിടത്തും തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കാണുന്ന ക്രില്യൻ പേടിച്ചു വിറയ്ക്കുമ്പോൾ ഗുഹാന് വളരെയധികം ദേഷ്യം വരികയാണ് ചെയ്യുന്നത്. ഗുഹാന് ദേഷ്യം കൂടിയല്ല അവന്റെ പവർ ലെവൽ കാര്യം മനസ്സിലാക്കുമെന്ന് മനസ്സിലാക്കുന്ന ക്രില്യൻ, ഗുഹാൻ നീ ഇപ്പോൾ നിന്റെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്, നിനക്ക് പിക്കലോയും ബാക്കിയുള്ളവരെ രക്ഷിക്കണമെന്നുണ്ടോ എന്നെല്ലാം ക്രില്യൻ പറയുമ്പോഴത്തേനും ദുരവസ്ഥ കാണുന്ന എൽഡർ ഗുരു, നീ എന്തിനു വേണ്ടിയാണ് ഡ്രാഗൺ ബോർഡുകൾ തിരയുന്നത് എന്ന് ഫ്രീസയോട് ചോദിക്കുകയാണ്. ഓ, വേറെ എന്തിനു വേണ്ടിയാണ്, എനിക്ക് മരണമില്ലാത്ത ജീവിതം വേണം, അതിനു വേണ്ടിയാണ് എന്നും പറഞ്ഞ് ഫ്രീസ പൊട്ടിപ്പൊട്ടിച്ചിരിക്കുന്നു. എന്നാൽ അത് കേൾക്കുന്ന ക്രില്യൻ ഞെട്ടി വിറയ്ക്കുകയും, എന്തോ മരണമില്ലാത്ത ജീവിതമോ, ഇതിനു വേണ്ടിയല്ലേ വെജിറ്റേറിയൻ ഡ്രാഗൺ ബോളുകൾ അന്വേഷിക്കുന്നത്? ഇവർക്ക് രണ്ടുപേർക്ക് ഒരേ സമയം എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? എനിക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ അടിച്ചവിടെ ഇരിക്കുന്നു. എന്നാൽ അതെല്ലാം കേൾക്കുന്ന എൽഡർ ഗുരുവിന് വളരെയധികം ദേഷ്യം വരികയും, എന്റെ ശവത്തെ ചോട്ടാതെ നിനക്കത് നേടാൻ സാധിക്കില്ല എന്നും പറഞ്ഞ് ഫ്രീസയോട് പല്ല് കടിക്കുകയാണ്. എന്നാൽ അത് കാണുന്ന ഫ്രീസ, ഓ അങ്ങനെ ആയിക്കോട്ടെ, നിന്റെ ശവത്തെ തൊട്ട് തന്നെ ഞാൻ തുടങ്ങിയേക്കാം എന്നും പറഞ്ഞ് ഫ്രീസയുടെ വിരലുകളിലേക്ക് അവന്റെ എനർജി ആകർഷിച്ചെടുക്കും. പിഞ്ച് കുഞ്ഞുങ്ങളെ വരെ കൊല്ലാൻ തുടങ്ങുന്ന ഇവന്മാർ എത്രയധികം ക്രൂരന്മാരാണ് എന്നും പറഞ്ഞ് ക്രില്യൻ പൊഴിയുമ്പോഴത്തേനും വളരെയധികം ദേഷ്യം വന്നുകൊണ്ടിരിക്കുന്ന ഗുഹാന്റെ എനർജി ലെവൽ മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കുന്ന ഡൊഡോറിയ ശക്തിയേറുന്ന ആരും ഇവിടെ ഉണ്ടോ എന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും അവിടെ നിന്നും കളയെടുക്കാൻ പോയ നമിക്കമാരെല്ലാം മിന്നൽ വേഗത്തിൽ അങ്ങോട്ടേക്ക് പറന്നെത്തുകയും പെട്ടെന്ന് അവരുടെ കൂടെ ശക്തി ഡിറ്റക്ട് ചെയ്യുന്ന ഡൊഡോറിയ ഞെട്ടുമ്പോൾ ശക്തന്മാരായ ഞങ്ങളുടെ വീരന്മാര് വന്നു എന്നും പറഞ്ഞ് എൽഡർ ഗുരു അവിടെ ഉണ്ടായിരുന്ന പിള്ളേരും തുള്ളി ചാടുകയാണ്. അവിടെ വന്നിറങ്ങിയ 3 നമിക്കന്മാരിലെ പിക്കലോയുടെ പോലെ മുഖമുള്ള ഒരാൾ അവിടെ ചത്തു കിടക്കുന്ന നമിക്കന്മാരുടെ ബോഡിയെല്ലാം കാണുമ്പോൾ വളരെയധികം ദേഷ്യമുള്ളിലേക്ക് വന്നുകൊണ്ട്, അപ്പോൾ നമ്മൾ കേട്ടതെല്ലാം ശരിയാണ്, ഡ്രാഗൺ ബോർഡുകൾ തേടി വന്ന് നമ്മുടെ ഗ്രാമത്തിലുള്ള എല്ലാവരെയും കൊന്നുകളയുന്ന ദുഷ്ടന്മാർ ഇവന്മാരാണ് എന്നും പറഞ്ഞ് പല്ല് കടിച്ചുകൊണ്ട്. എന്നാൽ അത് കണ്ടുകൊണ്ട് അവരെ കളിയാക്കുന്ന ഫ്രീസ, ഡൊഡോറിയ ഇവന്മാരുടെ പവർ ലെവൽ എത്രയാണെന്നൊന്ന് നോക്കിയെന്ന് പറയും. അവരുടെ പവർ ലെവൽ നോക്കുന്ന ഡൊഡോറിയ, ഓ 1000 വെച്ചേ ഉള്ളൂ ഇവന്മാരുടെ പവർ ലെവൽ എന്നും പറഞ്ഞ് അവരെ പുച്ഛിക്കുകയാണ്. എന്നാൽ ഈ ദുഷ്ടന്മാരുടെ പ്രകടനം എല്ലാം കാണുന്ന എൽഡർ ഗുരു അപ്പോൾ ഇവന്മാർ കണ്ണിൽ വെച്ചിരിക്കുന്ന ഉപകരണം വെച്ചിട്ടാണ് ഡ്രാഗൺ ബോൾ എവിടെയാണെന്ന് മനസ്സിലാക്കുന്നത്. എങ്ങനെയെങ്കിലും അതാദ്യം നശിപ്പിച്ച് കളയണമെന്ന് പറഞ്ഞുകൊണ്ട് എൽഡർ ഗുരു ഒരു പദ്ധതി ഇടുകയാണ്. എന്നാൽ അത് കാണുന്ന ക്രില്യൻ, ഇവന്മാർ ശക്തന്മാരാണെങ്കിലും പൊട്ടന്മാരാണ്, അവരുടെ യന്ത്രത്തെ കാണിച്ചിരിക്കുന്നത് പോലെ ഇവരുടെ പവർ ലെവൽ കുറവാണെന്ന് അവന്മാർ വിചാരിക്കുന്നത്. നമിക്കന്മാർക്ക് അവരുടെ പവർ ലെവൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്, അവന്മാരത് താഴ്ത്തി വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് നമിക്കന്മാരിൽ അവരുടെ എനർജി ലെവൽ വർദ്ധിപ്പിച്ചുകൊണ്ട് അവരുടെ മുഴുവൻ ശക്തിയും പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് ശ്രീസപ്പടയിലെ എല്ലാ ആൾക്കാരെ അടിച്ച് പപ്പടാക്കി ദൂരേക്ക് തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്ന സർബോൺ, നീയല്ലേ ഡൊഡോറിയ ഇവന്മാർക്ക് 1000 പവർ ലെവൽ ഉള്ളൂ എന്ന് പറഞ്ഞത്, ഇപ്പോൾ അവന്മാർ കാണിക്കുന്നത് കണ്ടില്ലേ എന്നും പറഞ്ഞ് അത്ഭുതപ്പെട്ട് ഡൊഡോറിയനെ നോക്കുമ്പോൾ, ഞാൻ നേരത്തെ നോക്കിയപ്പോൾ 1000 ആയിരുന്നു, ഇപ്പോൾ പക്ഷെ അവന്മാർക്ക് ഓരോരുത്തർക്കും 3000 വെച്ചാണ് പവർ ലെവൽ കാണിക്കുന്നതെന്നും പറഞ്ഞ് ഞെട്ടി വിറയ്ക്കും. ചിലപ്പോൾ ഇവന്മാർക്ക് ബാറ്റിൽ പവർ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. നമക്കന്മാരുടെ വംശം വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞതാണെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ എന്നും പറഞ്ഞ് അത്ഭുതത്തോടെ അവരെ നോക്കുമ്പോൾ പെട്ടെന്ന് അവിടെ വീണ് കിടന്നിരുന്നവരുടെയും എല്ലാവരുടെയും എനർജി മീറ്റർ നശിപ്പിച്ച് കളയുന്ന എൽഡർ ഗുരു കുട്ടികളോട് അവിടെ നിന്ന് ഓടിപ്പോയിക്കോളാൻ പറഞ്ഞുകൊണ്ട് ഡൊഡോറിയ മോനോട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുകയാണ്. ഡ്രാഗൺ ബോളുകൾ നിലത്ത് വെച്ചുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ ഒരുങ്ങുന്ന ഡൊഡോറിയയുടെ കണ്ണിൽ വെച്ചിരുന്ന എനർജി മീറ്റർ തന്നെ എൽഡർ ഗുരു ആദ്യം നശിപ്പിച്ച് കളയുന്നു. അത് കാണുന്ന ക്രില്ലിൻ, അയാളെന്തായാലും വളരെയധികം ബുദ്ധിമാനാണ്, അവന്മാരുടെ എനർജി മീറ്ററെല്ലാം നശിപ്പിച്ച് കളഞ്ഞതുകൊണ്ട് അവർക്കിനി ഡ്രാഗൺ ബോൾ എത്രയും വേഗം കണ്ടെത്താൻ സാധിക്കുന്നതല്ല എന്നും പറഞ്ഞ് സന്തോഷിക്കുകയാണ്. എന്നാൽ അത് കാണുന്ന ഫ്രീസ വളരെ ദേഷ്യത്തോടെ പല്ല് കടിക്കുന്നു. ഞങ്ങളുടെ എനർജി മീറ്റർ നശിപ്പിച്ച് കളഞ്ഞ ഈ പന്നികളെ ഞാൻ വെറുതെ വിടുകയില്ല, എല്ലാത്തിനും ഞാൻ കൊല്ലാൻ പോവുകയാണെന്നും പറഞ്ഞ് ഡൊഡോറിയ മോൻ അലറുമ്പോൾ വളരെയധികം ദേഷ്യത്തോടെ ക്രില്ലിനും ഗുഹാനും പല്ല് കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രീസ സാമ, ഇവിടെയുള്ള നമയ്ക്കും പന്നികളെല്ലാം മുഴുവനും എന്റെ കൈകൊണ്ട് ഞാൻ കൊന്നുകളയെന്നും പറഞ്ഞുകൊണ്ട് അന്തരീക്ഷത്തിൽ പറന്നുയർന്നിരിക്കുന്ന എൽഡർ ഗുരുവിന് നേർക്ക് ഡൊഡോറിയ പറന്നു ചെല്ലുന്നതും അതെല്ലാം കണ്ടുകൊണ്ട് പേടിച്ചു വരച്ചു നിൽക്കുന്ന നമയ്ക്കന്മാരും കുട്ടികളും നോക്കി പല്ല് കടിച്ചുകൊണ്ടിരിക്കുന്ന ഗുഹാനെയും ക്രില്ലിനെയും വളരെയധികം രസിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രീസയും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ രേഖപ്പെടുത്തുവാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം, വന്ദനം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.